ഷഡാധാര ചക്രങ്ങളിലെ ചക്രാധ്യാനത്തെക്കുറിച്ച് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അത് വിശദീകരിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പം തീരുന്ന ഒരു കാര്യമല്ലാത്തതിനാൽ അതിൻ്റെ ഒരു ഭാഗത്തെക്കുറിച്ച് പറയാം. ഈ സെക്സ് ചക്രയെക്കുറിച്ച് പറയാം. ലൈംഗിക നമ്മൾ അരക്കെട്ടിലുള്ള ചക്രയെക്കുറിച്ച്. ഷഡാധാര ചക്രങ്ങളിൽ അതിലൊന്നാണ് ചക്ര അഥവാ ചക്രം. നമ്മൾ പറയുന്ന ചക്രം അതിപ്പോൾ ഈ പുതിയ ഭാവത്തിലേക്ക് യോഗാഭ്യാസം, യോഗാസനം എന്നുള്ളത് യോഗ എന്നായി മാറിയതുപോലെ ചക്ര എന്ന് പറയുമ്പോൾ ലൈംഗിക ചക്രത്തെ, നമ്മളുടെ സെക്സ് ചക്രയെക്കുറിച്ചുള്ള നാഭിയിൽ നിലകൊള്ളുന്ന ചക്രയെക്കുറിച്ച് നമുക്ക് പറയാം. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ശരീരത്തിലെ ഓരോ എനർജി ലെവൽസിനെയും ധ്യാനം ചെയ്യുന്ന ഒരു സമ്പ്രദായം ഉണ്ട്. അതിപ്പോൾ പെട്ടെന്ന് തന്നെ ഏതെങ്കിലും അഭിനവ ഗുരുക്കന്മാരുടെ സമീപം ചെന്നിട്ട് അത് ധ്യാനത്തിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിൽ തന്നെ പല വിധത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളവർ എൻ്റെ സമീപത്തേക്ക് നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനായി വന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട് എനിക്ക്. അതുകൊണ്ടാണ് സെക്സ് ചക്രയെക്കുറിച്ച് നമുക്ക് പറയാനുള്ള ഒരു താല്പര്യം ഇവിടെ ജനിച്ചത്. നമ്മൾ ചക്രധ്യാനത്തിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ജപം ശീലിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ജപം ശീലിക്കുമ്പോൾ നമ്മളുടെ മനസ്സ് ഏതെങ്കിലും ശരീരത്തിലെ എനർജി ലെവലിലേക്ക്, മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്നീ പറയുന്ന 6 ചക്രങ്ങളിൽ ഏതെങ്കിലും ഒരു ചക്രത്തിലേക്ക് നമ്മളുടെ ശ്രദ്ധ കേന്ദ്രീകൃതമാകുന്നതാണ്. അതിൽ നമ്മളുടെ ചില സന്യാസ സമ്പ്രദായങ്ങൾ ഇന്ത്യയിൽ പിന്നീട് വന്നവർ ഈ സെക്സ് ചക്രയിലേക്ക് അതിനെ ചക്രയെ ഉപാസിക്കുക എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള കാര്യം ചെയ്യണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അനാഹതം, വിശുദ്ധി, ആജ്ഞ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കുള്ള ശ്രദ്ധയെക്കുറിച്ചാണ് പറയുന്നത്. അത് വേണ്ട. എന്നാൽ പുരാതന തന്ത്രയിൽ താന്ത്രിക് സെക്സൊക്കെ നമ്മൾ നോക്കുമ്പോഴും പുരാതന തന്ത്രയിൽ ഗുഹ്യഗർഭതന്ത്ര എന്നും വജ്രയാനം എന്നൊക്കെ പറയുന്നതിൽ ഈ നാഭിയിലെ ഊർജത്തിനെ മുകളിലേക്ക് കൊണ്ടുവരുന്നതിനെക്കുറിച്ചൊക്കെയുള്ള ഒരുപാട് ക്രമങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അതിന് പ്രത്യേക ശ്വാസക്രമങ്ങളുണ്ട്, യോഗാസനങ്ങളുണ്ട്, പിന്നെ ചടുലമായ ശരീരചലന പ്രക്രിയകളുണ്ട്. ഇതെല്ലാം നോക്കുമ്പോഴെല്ലാം സെക്സ് ചക്രയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ പുരാതന തന്ത്ര തന്നെ നമ്മൾ നോക്കുമ്പോൾ ലൈംഗിക ഊർജത്തെ ആത്മീയ ഊർജമാക്കി പരിവർത്തിപ്പിക്കുകയാണ് അതിലൂടെ നടക്കുന്നത്. എല്ലാവർക്കും ഏറ്റവും എളുപ്പം നടക്കുന്ന ഒരു സമ്പ്രദായമാണ് അക്കാലത്ത് ഉരുത്തിരിഞ്ഞത്. എന്നാൽ പുരാതന സർവകലാശാലയുടെ നാശത്തോടുകൂടി അവയെല്ലാം ഉന്മൂലനം ചെയ്ത് അത് നശിപ്പിച്ചതോടുകൂടി ഇവയുടെ പ്രാധാന്യം കുറേയേറെ പോവുകയും തിബറ്റ് പോലുള്ള ദേശങ്ങളിൽ മാത്രം കൂടുതൽ നിലകൊള്ളുകയും ചെയ്തിട്ടുണ്ട്. തെക്കേറ്റം കാന്തളൂർ ശാല വരെയും ഭാരതത്തിൽ നശിപ്പിച്ചിരിക്കുക. അങ്ങനെ എല്ലാം നോക്കുമ്പോൾ പുരാതന തന്ത്രയിലെ മഹത്തായ കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾക്ക് പിന്നെ പുരാണേതിഹാസങ്ങളുടെ ഒരു വ്യാപകത വന്നപ്പോൾ സെക്സിനോട് പലപ്പോഴും ഒരു നികൃഷ്ടത ജനിപ്പിക്കുന്ന തരത്തിലേക്ക് പിൽക്കാല ആചാര്യന്മാർ പറഞ്ഞ അഭിപ്രായങ്ങളും അത്ര ഗുണകരമായി തീർന്നില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ സെക്സ് ചക്രയുടെ പ്രധാന രീതി എന്ന് വെച്ചാൽ നമ്മൾ ഏത് മന്ത്രം ജപിച്ചാലും, പ്രത്യേകിച്ച് ശാക്തേയ മന്ത്രങ്ങൾ, ശക്തി രഹസ്യങ്ങൾ ഉറങ്ങുന്ന ദേവീ മന്ത്രങ്ങൾ നമ്മൾ ജപിക്കുമ്പോഴാണ് അവ സംഭവിക്കുന്നത്. കൂടുതലായിട്ടും നമ്മളുടെ ഫോക്കസിങ്, നമ്മളുടെ ശ്രദ്ധ കേന്ദ്രീകൃതമാകുന്നത് നമ്മുടെ നാഭിയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ചിലർക്ക് നെഞ്ചിലേക്കായിരിക്കും. വലിയൊരു ശതമാനത്തിന് പകുതി പേർക്കെങ്കിലും അരക്കെട്ടിലേക്കും കുറേ പേർക്ക് നെഞ്ചിലേക്കുമാണത് ഫോക്കസിങ് കൂടുതലായിട്ട് വരാറ്. ചിലർക്കത് നെറ്റിയിലേക്കും തൊണ്ടയിലേക്കും ഒക്കെ വരാറുണ്ട്. എന്നാൽ അരക്കെട്ടിലേക്ക് ശ്രദ്ധ വരുന്നവർക്ക് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരുപാടാണ്. ആദ്യഘട്ടത്തിൽ അത് ലൈംഗികമായ അമിത ഉത്തേജനമായി മാറുകയും ചിലർക്ക് അത് പടിപടിയായിട്ട് പെട്ടെന്ന് മാറാറുണ്ട്. ചിലർക്കത് മാറാറില്ല, അങ്ങനെ തന്നെ നിലകൊള്ളുകയും ചെയ്യും. അങ്ങനെ വരുന്നവരെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയുള്ളവർ, ചിലർ ജപത്തിൻ്റെയൊക്കെ സൂക്ഷ്മതയിലേക്ക് പോകുന്നവർ, ചില പുരോഹിതന്മാർ, അതുപോലെ തന്നെ അത് ഏത് മതമെന്നൊന്നുമില്ല, പുരോഹിതന്മാർ, പിന്നെ തന്ത്രോപാസകർ, സന്യാസം വെച്ചാൽ സാമ്പ്രദായിക സന്യാസം സ്വീകരിച്ചത്. വസ്തുനിഷ്ഠമായിട്ട് എന്ന് പറയുമ്പോൾ സാമ്പ്രദായിക സന്യാസം എന്താണ് ജ്ഞാനം എന്നുള്ളത് അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ എന്താണ് പരമപുരുഷാർത്ഥം എന്നുള്ളത് അറിയാൻ വേണ്ടി സാമ്പ്രദായിക സന്യാസം സ്വീകരിച്ചവരെ കുറിച്ചാണ് പറഞ്ഞത്. അല്ലാതെ അത് അറിഞ്ഞവരെന്നുള്ള അർത്ഥത്തിലല്ല. എന്ന് വെച്ചാൽ മോക്ഷം ലഭിച്ചയാൾ അല്ലെങ്കിൽ സദ്യോമുക്തനായിരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിലല്ല ഞാൻ പറഞ്ഞത്. സാമ്പ്രദായിക സന്യാസം സ്വീകരിച്ചവരും പുരോഹിതന്മാരും അല്ലാതെയുള്ള
ഉപാസകർക്കും ഒക്കെ ഇത് സംഭവിക്കുന്നുണ്ട്. ഈ സെക്സ് ചക്രയുടെ ഉണർവ് വന്നിട്ട് അത് ലൈംഗികമായ ഗോഷ്ഠികളിലേക്കൊക്കെ പോകാം. അവർക്ക് പിന്നെ അവരുടെ ആ രസങ്ങൾ തീർക്കാൻ വേണ്ടി പല വഴികൾ സ്വീകരിക്കുമ്പോഴാണ് അത് പ്രശ്നമായി മാറുന്നത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പത്രങ്ങളിലൊക്കെ വായിക്കുന്നത് കാണുന്നത്, ഏത് തരത്തിലുള്ള ഉപാസനാ ശൈലികളോ ആരാധനകളോ നിരന്തരമായ ഒരു പദം തന്നെ ഉച്ചരിച്ചുള്ള മന്ത്രജപങ്ങളോ ഒക്കെ കൊണ്ട് തന്നെ ലൈംഗിക ചക്രം അല്ലെങ്കിൽ സെക്സ് ചക്ര ഉണർന്നിട്ട് ഉള്ള പ്രശ്നങ്ങളുണ്ടാകാം. അല്ലെങ്കിൽ സെക്സ് തെറ്റാണ് എന്നുള്ള നിർബന്ധപൂർവമായ പഠനം മനസ്സിനെ അടിച്ചേൽപ്പിച്ച് മതഗ്രന്ഥങ്ങളിലൂടെ പഠിച്ചിട്ട്, അല്ലെങ്കിൽ സെക്സ് ഇന്ന രീതിയിലേ ഇങ്ങനെയൊക്കെ ആകാവൂ, അല്ലെങ്കിൽ ഈ രീതിയിലാകാൻ പാടില്ല എന്നൊക്കെയുള്ള ശക്തമായ നിർദ്ദേശം മനസ്സിന് കൊടുത്ത് അങ്ങനെ പഠിപ്പിച്ച് വയ്ക്കുമ്പോൾ ഇതെല്ലാം കൂടി ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടും. അങ്ങനെ വരുന്നതായിട്ടും കാണുന്നുണ്ട്. അതൊക്കെയാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ പലപ്പോഴും കാണുന്ന പ്രാകൃത കാര്യങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കേൾക്കുന്നത്. എന്നാൽ ഇവിടെ വെച്ച് ഇങ്ങനെയുള്ളവർക്ക് സെക്സ് ചക്രയിലെ ഊർജ്ജത്തിനെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ അവയൊക്കെ നമുക്ക് ഇതുപോലെ ഒരു സോഷ്യൽ മീഡിയയിലൂടെ അത്രയ്ക്ക് പച്ചയായിട്ട് പറയാൻ ഒക്കുന്നതുമല്ല. അപ്പോൾ അത്തരത്തിലുള്ള ലൈംഗിക ഊർജ്ജത്തെ കൈകാര്യം ചെയ്യാനുള്ള പദ്ധതികളിൽ പ്രധാനമായിട്ടുള്ളതാണ് ഈ ജപത്തിലൂടെ വരുന്ന ശ്രദ്ധയെ അവിടേക്ക് ഫോക്കസിങ് വരുന്നു എന്ന് അറിയിക്കുന്ന സമയത്ത് തന്നെ ആത്മീയ ഗുരുവിനോട് അത് പറയുക എന്നുള്ളത്. അത്രമാത്രം ആചാരങ്ങളിലൂടെ കടന്നു പോയവനും അത്രമാത്രം അനുഭവങ്ങളിലൂടെ കടന്നു പോയവനും അതിനെയൊക്കെ അതിജീവിച്ചവനുമായ ഗുരുവിൻ്റെ സാന്നിധ്യമാണ് ആ സന്ദർഭങ്ങളിലൊക്കെ ഉണ്ടാകേണ്ടത്. എനിക്ക് എൻ്റെ ശ്രദ്ധ, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ജപമാണെങ്കിലും, പ്രത്യേകിച്ച് ശക്തി ഉപാസനയിലാണ് അത് വരുന്നത്. ശൈവത്തിലും വൈഷ്ണവത്തിലും അത് അത്രമാത്രം വരുന്നില്ല. ശൈവത്തിൽ പിന്നെയും വരും, വൈഷ്ണവത്തിൽ അതെങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചൊക്കെ കുറച്ച് വ്യത്യാസങ്ങളോടുകൂടി പറയേണ്ടതായിട്ട് വരും. അപ്പോഴും നമ്മൾ അവിടെ ശൈവ, ശാക്തേയ, വൈഷ്ണവ ഉപാസനകളിൽ ഏതാണെങ്കിൽ പോലും ജപത്തിനിടയിൽ കണ്ണുകൾ അടച്ചുകൊണ്ട് ജപിക്കുമ്പോൾ, അഥവാ മന്ത്രധ്യാനം ശീലിക്കുന്നുവെങ്കിൽ, മന്ത്രജപം കണ്ണുകൾ അടച്ചുകൊണ്ട് ഉറക്കെയോ പതുക്കെയോ മനസ്സിലോ ചെയ്യുന്ന രീതിയിൽ 3 തരത്തിലുണ്ട്. അങ്ങനെ വൈഖരിയായിട്ടുള്ളതും അതല്ലാതെയും ഒക്കെയുള്ള മന്ത്രധ്യാനമാണെങ്കിൽ, മാനസിയാണെങ്കിൽ, മാനസി വെച്ചാൽ മിണ്ടാതെ, പുറത്തേക്ക് ശബ്ദം വരാതെ, ചുണ്ടുകൾ പോലും ചലിപ്പിക്കാതെ ഉള്ളിൽ ജപിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിലും, കണ്ണുകൾ അടച്ചാൽ ഉടനെ മനസ്സിൻ്റെ ഫോക്കസിങ് ശരീരത്തിലെ ഏത് എനർജി ലെവലിലേക്കാണെന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട്. ആദ്യം അത് നാഭിയിലേക്കാണ് വരുന്നതെങ്കിൽ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവിടെ വെച്ച് അവർ മനസ്സിലാക്കേണ്ടത് ആ ഭാഗത്തെ എനർജിയെ ത്വരിതമാക്കേണ്ടത്, അവയെ മുകളിലേക്ക് നയിക്കേണ്ടത്, അല്ലെങ്കിൽ അവയെ വളരെയേറെ ശ്രദ്ധയോടുകൂടി ഇരിക്കുമ്പോൾ അവയുടെ ആ വൈകാരിക കെട്ട് തനിയെ സ്വതന്ത്രമായി, എന്ന് വെച്ചാൽ ഇല്ലാതാകുന്നത്, നിർവീര്യമാകുന്നതിനെക്കുറിച്ച്. നിർവീര്യമാകുക എന്ന് വെച്ചാൽ ആ ഭാഗത്തെ ഊർജത്തിൻ്റെ ഒരു മോചനത്തിൽ നിന്ന്, അല്ലെങ്കിൽ വൈകാരിക മോചനം അവിടെ ഉണ്ടാകുന്നതിനെക്കുറിച്ച് എന്ന് പറയാം. ഊർജത്തിൻ്റെ മോചനം തന്നെ വൈകാരിക മോചനമാണ്. ലൈംഗികമായ ഊർജത്തിൻ്റെ ഉത്തേജനവും സംഭവിക്കാം, അതിൽ നിന്നൊരു നിർവീര്യമാകൽ സംഭവിക്കാം, അതിലൊരു ലയം സംഭവിക്കാം, അതല്ലെങ്കിൽ അത് നിസ്സംഗതയോടുകൂടി നോക്കിയിരിക്കുന്ന തലത്തിലേക്ക് ഉയരാം. നമ്മൾക്ക് കൂടുതൽ സൂക്ഷ്മമായി പറഞ്ഞാൽ സെക്സ് ചക്രയിലെ ഊർജത്തെ നിസ്സംഗമായി നോക്കിയിരിക്കത്തക്ക വിധത്തിലേക്ക് നമ്മൾ വളരുന്നോ എന്നുള്ളതാണ്. അവിടെ ആ സെക്സ് ചക്രയിലേക്ക് ഫോക്കസിങ് ജന്മസിദ്ധമായി നിരന്തരമായ മന്ത്രജപത്താൽ സാധിച്ച ഒരാൾക്ക് പിന്നെ മന്ത്രത്തിൻ്റെ ഉപയോഗം ഇല്ലാതെ തന്നെ ആ ചക്രയിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവന്ന് എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് ധ്യാനം ചെയ്യാവുന്നതാണ്. മനസ്സ് അവിടെ 100% കേന്ദ്രീകൃതമാകുന്നതാണ്. എന്നാൽ ചില വേളകളിൽ മന്ത്രജപം ഒഴിവാക്കിയാൽ കുറേ കാലം മാത്രമേ സെക്സ് ചക്രയിലേക്കുള്ള ഫോക്കസിങ് വരികയുള്ളൂ. അത് വല്ലാതെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വീണ്ടും ജപത്തിലേക്ക് വന്നിട്ട് അവർക്ക് ജപത്തിലൂടെ തന്നെ ആദ്യകാലത്ത് തനിയെ ലഭിച്ചതായ സെക്സ് ചക്രയിലേക്കുള്ള വീക്ഷണം അല്ലെങ്കിൽ ഫോക്കസിങ് വീണ്ടും പരിപാലിക്കാൻ സാധിക്കുന്നതാണ്. വീണ്ടും അപ്പോൾ ഏത് ചക്രയിലേക്കാണോ ശ്രദ്ധ വന്നിരിക്കുന്നത്, മന്ത്രജപത്താൽ ശ്രദ്ധ വന്നിരിക്കുന്നത്, ആ ചക്രയിലേക്കുള്ള ശ്രദ്ധ കൊണ്ടുവന്ന മന്ത്രത്തെ നിർത്തിയാലും അതാത് ചക്രയിലേക്കുള്ള ശ്രദ്ധ നമുക്ക് തുടരാൻ സാധിക്കുമെന്നും, എന്നാൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് വീണ്ടും ആ ചക്രയിൽ നിന്നുള്ള ശ്രദ്ധ പോകുമെന്നും, വീണ്ടും മന്ത്രജപം കൊണ്ടുവരുമ്പോൾ ആ ചക്രയിലേക്ക് തന്നെ ഫോക്കസിങ് വരുമെന്നും, അതിലൂടെ ഒരു നിസ്സംഗതയിലേക്ക് എത്തുമെന്നും നമുക്കറിയേണ്ടതാണ്. അങ്ങനെയുള്ള സെക്സ് ചക്രയിലേക്കുള്ള ഫോക്കസിങ് ജന്മസിദ്ധമായി മന്ത്രജപത്താൽ എപ്പോഴോ സംഭവിച്ച സംഭാവ്യമായി തീർന്ന വ്യക്തിക്ക്
അതിൻ്റെ നിസ്സംഗതയിൽ എത്തിക്കഴിഞ്ഞാൽ അവയുടെ ഉപയോഗം വരുമ്പോൾ സാധാരണ മനുഷ്യർക്ക് വരുന്ന ഗോഷ്ഠികളോ ഈ രതിമൂർച്ഛ സമയത്തുണ്ടാകുന്ന പല വിധത്തിലുള്ള ഒരു വല്ലായ്മകളോ അല്ലെങ്കിൽ അതിനോടുള്ള അതിരസമോ ഒന്നും ഉണ്ടാവുകയൊന്നുമില്ല. അവർക്ക് പിന്നെ അതിനെ നിസ്സാരമായി അതിജീവിച്ച് പോകാം. അവർക്ക് എപ്പോൾ വേണമെങ്കിലും സെക്സിൽ ഇടപെടാവുന്നതും, എന്നാൽ അതിലൊരു എന്താണ് പറയേണ്ടത്, ബാധിതമാകാതിരിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അബാധിതമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള ശേഷിയിലേക്ക്, സെക്സ് ചക്രയിലേക്ക് ഫോക്കസ് ചെയ്തുള്ള ധ്യാനം ഗുണകരമാകുന്നതാണ്. ഒരു അബാധിതമായ ലൈംഗിക ബന്ധവും ബാധിതമായ ലൈംഗിക ബന്ധവും ഉണ്ട്. മാനസികമായി ബാധിതമായ ലൈംഗിക ബന്ധം, മാനസികമായി അബാധിതമായ ലൈംഗിക ബന്ധമുണ്ട്. അപ്പോൾ മാനസികമായി അബാധിതമായ ലൈംഗിക ബന്ധത്തിലേക്ക് എന്ന് വെച്ചാൽ അത് സാക്ഷിഭാവേന നോക്കി നിന്നുകൊണ്ട് ഇണയെ തൃപ്തിപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാക്കി കൊണ്ടുപോവുകയും, എന്നാൽ വ്യക്തിപരമായി വ്യക്തിക്ക് ആസ്വാദനമില്ല എന്നല്ല, സാധാരണ 99% ജനങ്ങൾക്കും ഉള്ള ഇറോട്ടിക് സെൻസേഷനൊന്നും അവർക്ക് ഒരു ബാധയായി നിലകൊള്ളാതെ ഇരിക്കുകയും ഇതിലൊന്നും വലിയ താല്പര്യം ഇല്ലാതെ എപ്പോഴും നമ്മളുടെ നിയന്ത്രണം എന്നുള്ളതല്ല, നമ്മൾ വിചാരിച്ചാൽ മാത്രം ഉണരുന്ന തലത്തിലേക്ക് ലൈംഗികത നിലകൊള്ളാനും ഒരു ഭാഗ്യം ജനിക്കുന്നവരാണ് മന്ത്രധ്യാനത്തിലൂടെ സെക്സ് ചക്രയിലേക്ക് ശ്രദ്ധ വന്നവർ. സെക്സ് ചക്രയുടെ പ്രത്യേകത, സെക്സ് ചക്ര ഉണർന്നിരിക്കുന്നവർക്ക്, അതിലേക്ക് ഫോക്കസിങ് വരുന്നവർക്ക് ധാരാളം ധനം വരാനുള്ള സാധ്യതയെക്കുറിച്ചുണ്ട് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് കുറേയേറെ ഹീലിംഗ് പ്രോസസ്സുകളുള്ള പുരാതന മാന്ത്രികവും താന്ത്രികവും ഒക്കെ ചേർന്നിട്ട് ചില കാര്യങ്ങളിലൂടെ ഇപ്പോൾ അഭിനവ ഹീലിംഗ് പ്രോസസ്സുകളായി വന്നിട്ടുണ്ട്. അവരിതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സെക്സ് ചക്രയുടെ ഉണർവ് നിങ്ങളുടെ ആ റൊമാൻറ്റിക് ഭാവത്തിനെ, കാൽപ്പനികമായ പ്രേമഭാവത്തെ ഉണർത്തുകയും പ്രകൃതിയിലെ മൃദുലമായ വസ്തുക്കളെയും പൂക്കളെയും എല്ലാം സ്നേഹിക്കുന്ന, ആദരിക്കുന്ന, അഭിനിവേശം കാണിക്കുന്നതായ ഒരു പ്രേമാത്മകമായ ഭാവത്തെ കൊണ്ടുവരികയും ചെയ്യും. അപ്പോൾ ലൈംഗിക ബന്ധത്തെക്കാൾ ഉപരി മനസ്സിൻ്റെ പ്രേമാത്മകമായ, കാവ്യാത്മകമായ, കാൽപ്പനിക ഭാവങ്ങളെ ഉണർത്തിക്കൊണ്ട് നിലനിർത്താനും ഉണർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനും ഈ സെക്സ് ചക്രയുടെ ഉണർവ് കൊണ്ട് സാധിക്കുന്നതാണ്. അപ്പോൾ മന്ത്രജപം നിങ്ങളെ ശരീരത്തിൻ്റെ ഏത് ഊർജ്ജ തലത്തിലേക്കാണ് ശ്രദ്ധ കൊണ്ടുപോയിട്ടുള്ളത് എന്ന് തിരിച്ചറിയാൻ ശ്രമിക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ അതിന് തിരിച്ചറിയാൻ ശ്രമം ഒരു മാനസികമായ അസ്വാസ്ഥ്യത്തിലേക്കുള്ള വഴി തെളിക്കാനും പാടില്ല. അവിടെ ജീവനുള്ള ഒരു ഗുരു, ഇതിനെയൊക്കെ അതിജീവിച്ച, ഇതിനെയെല്ലാം മറികടന്നവനായ ഒരു ഗുരുവിൻ്റെ അഭിപ്രായം തേടി അതിലൂടെ മുന്നോട്ട് പോകേണ്ടതുമാണ്. സെക്സ് ചക്രയിലേക്ക് ശ്രദ്ധ വന്നിരിക്കുന്നവർ യഥാർത്ഥത്തിൽ ഭാഗ്യവാന്മാരാണ്. അവർ ബാഹ്യജീവിതത്തിൽ ഒരുപാട് സുഖങ്ങളെ പ്രാപിക്കാനും അതിലൂടെ ആത്മീയതയിലേക്ക് ഉയരാനും സാധിക്കുന്നവരുമാണ്.